ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിനോടൊപ്പം കഴിക്കാൻ. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈ ചെമ്മീൻ അതും ഒരു അരക്കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് ഞാനൊരു ചൂടുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് മാത്രം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നല്ല ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി വരുന്നത് മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ പെട്ടെന്നൊന്നും കേടാവത്തില്ല. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് തേങ്ങയും മുളകും ഉള്ളിയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് തേങ്ങ എല്ലാം ചേർത്ത് അങ്ങനെ പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും കേടാവില്ല. അത് മാത്രമല്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ പുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അപ്പോൾ ഉപയോഗിക്കാൻ ഒരു 2 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.